തന്നാനേ താന ദിന തന്നാരം താന 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 നായാടാൻ പോയൊരു നമ്യമ്മാരെ തെയ്യം തകത്തിയും താര നായാടാൻ പോയൊരു നമ്യമ്മാരെ തെയ്യം തകത്തിയും താര തന്നാനേ താന ദിന തന്നാരം താന തന്നാനേ താന ദിന തന്നാരം താന നമ്പ്യാരെ കണ്ടോരു പുള്ളിമാനെ തകതേ നമ്പ്യാരെ കണ്ടോരു പുള്ളിമാനെ തെയ്യം തെയ്യം തകതിയും താര തെയ്യം തെയ്യം തകതിയും താര തന്നാനേ താന തന തന്നാനം താന തന്നാനേ താന ദിന തന്നാനം താന അവരിഷം കാറ്റടിച്ചേ മയിലകത്തു തീയെറിഞ്ഞേ ഓ അവരിഷം കാറ്റടിച്ചേ മയിലകത്തു തീയെറിഞ്ഞേ തമ്പുരാന്റെ വെള്ളക്കാരോ വെള്ളം കൊണ്ടു തീതടുത്ത് ആ തമ്പുരാന്റെ വെള്ളക്കാരോ വെള്ളം കൊണ്ടു തീതടുത്ത് തന്നാനേ താന തന്നാനേ നമ്മൾ എന്തിനാണ് നാടൻ പാട്ട് പാടുന്നത്? എന്തിനാണ് ഒരു ജീവിതം മുഴുവൻ ഒരു നാടൻ പാട്ടും നാടൻ പാട്ടിൻ്റെ സംഗീതവും അതിൻ്റെ ഒരു കാര്യം കൊണ്ട് അതിനുവേണ്ടി നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ എന്തിനാണ് എന്തെന്നുള്ള ചോദ്യത്തിനേക്കാൾ അപ്പുറത്ത് അതെന്തിനാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ. വാമൊഴിയായി പകർന്ന് കിട്ടുന്നതാണ് നമ്മുടെ നാടൻ പാട്ടുകൾ. ഞങ്ങൾ നാടൻ കലകൾ പഠിക്കുന്ന ഫോക്ലോർ സ്റ്റുഡൻസ് പഠനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഒരു തിയറി ബേസ് ചെയ്തിട്ടാണ്. ഈ വായ്മൊഴിയായിട്ട് പകർന്നു കിട്ടുന്ന കുറേ നാടൻ ശീലുകളാണ് നാടൻ പാട്ടുകൾ. ഇതുവഴി ഇങ്ങനെ പകർന്നു വന്നതുമാകാം ഈ ഒരു ഈണം, ഇപ്പം നമ്മൾ ഈ പാടിയൊരു ഈണം എന്നും കൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാഷോട് ചോദ്യം ചോദിക്കുകയാണ്, ഈ വാമൊഴിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴുള്ള പഠനങ്ങളും ആളുകളിപ്പോൾ ഒരു വേദിയിൽ നാടൻ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ തന്നെ പ്രമുഖരായ ഒരുപാട് പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വാമൊഴിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് വാമൊഴി പാരമ്പര്യം മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം, ഒരു പ്രസ്താവന പൂർണ്ണമല്ല. അങ്ങനെ പറയാം. വായ്മൊഴി വഴക്കം എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ വായ്മൊഴി വഴക്കം മാത്രമല്ല, വായ്മൊഴിയായി തലമുറകളിലൂടെ പകർന്നും ചോർന്നും കിട്ടിയ ഒരു സംഗീത സാഹിത്യ ശാഖയാണ് നാടൻ പാട്ടുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വായ്പാട്ടിനെ കുറിച്ച് മാത്രം വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതല്ല. തായ് വഴി എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ പ്രസവിച്ച അമ്മ എന്നുള്ള അർത്ഥത്തിലല്ല. തായ് വഴി എന്ന് പറയുന്നത് ഈ മണ്ണുമര്യാദയിൽ അധിഷ്ഠിതമായിട്ട് മണ്ണുമര്യാദയുമായി ബന്ധപ്പെട്ട് ആണ് തായ് വഴി എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദ റൂട്ട് ഓഫ് ഫാമിലി എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ തായ് വഴിയായി നമുക്ക് കിട്ടിയ ഒട്ടനവധി നേരുമര്യാദകളുണ്ട്. സംഗീതാത്മകമായ താളാത്മകമായ ഒട്ടനവധി നേരുമര്യാദകളുണ്ട്. ഇപ്പോൾ ആരും പഠിപ്പിക്കാതെ ഒരു സംഗീത വിദ്യാലയത്തിലും പോവാതെ വളരെ സംഗീതാത്മകമായി ശ്രുതിമധുരമായി താളാത്മകമായി പാടുന്ന പക്ഷികളും മൃഗങ്ങളും മറ്റിതര ജീവികളുമുണ്ട്. ആരും ടൈമിങ് കൊടുക്കാതെ കൃത്യമായി വളരെ കൃത്യതയോടെ വളരെ ടൈമിങ്ങോട് കൂടി പെരുമാറുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന എത്രയോ ജീവജാലങ്ങളുണ്ട്. ആ ടൈമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ടൈമിംഗ് വേണമെങ്കിൽ 1, 2, 3, 4 സ്റ്റാർട്ട് എന്നൊക്കെ പറയണം. പക്ഷേ ഈ ജീവപ്രപഞ്ചത്തിലെ മറ്റിതര ജീവികൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ആരും ടൈമിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ടൈമിങ്ങിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു താരാട്ട് പാടുക എന്ന് പറയുന്നത്
നമ്മൾ താരാട്ട് പാട്ടിനെ പറ്റി പോലും നമ്മളോട് പറയുന്നത് എന്താ? താരാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ ഉറക്ക് പാട്ടാണ്. കുട്ടികളെ ഉറക്കാൻ വേണ്ടി അമ്മ പാടുന്ന പാട്ടാണ്. പ്രസിദ്ധ ഒരു അമ്മ കൂടിയാണല്ലോ. അതെ അതെ. നാടൻ പാട്ടിൻ്റെ വക്താവ് മാത്രമല്ല, അല്ലല്ല, ഒരു അമ്മ കൂടിയാണ്. അപ്പോൾ ഒരു അമ്മത്തുള്ളൊരു പാട്ട് തന്നെ ആവാം അല്ലേ? അതെ അതെ. ഒരു പാട്ടൊന്നും ഒരു താരാട്ടൊന്നും പാടി. വാവാവം 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 വാവോ വാവാവോ വാവേ വാവോ വാവാവോ വാവേ. അപ്പോൾ അമ്മയ്ക്ക് മാത്രമല്ല, അമ്മ മനസ്സുള്ള അച്ഛന്മാർക്കും പാടാം അല്ലേ? അതെ അതെ അതെ. ഉറക്കാൻ വേണ്ടി പാടുന്ന പാട്ട് മാത്രമല്ല താരാട്ട് പാട്ട്, ഉണർത്തുപാട്ടും കൂടെയാണ്. ആ താരാട്ട് പാട്ട് കേട്ട് കുട്ടി ഉറങ്ങുക മാത്രമല്ല, അവൻ ഉണരുക കൂടിയാണ്. അവൻ്റെ ഉണർത്തുകയും കൂടിയാണ്. ഇപ്പോൾ വിളകളെ കാത്തുരക്ഷിച്ച്, കാരണം നാടൻ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ നാടുണ്ടായതിനു ശേഷമല്ലേ ഉള്ളൂ. നട്ട് നനച്ച് വളർത്താൻ തുടങ്ങിയപ്പോൾ മുതലാണല്ലോ നാട്. അതിനു മുമ്പും പാട്ടുണ്ടല്ലോ. അപ്പോൾ വിളകളെ സ്നേഹിച്ച മനുഷ്യൻ പാടിയ പാട്ട് അത് ഉറക്കാനാണ്, വിളകളെ ഉറക്കാനാണോ പാടിയത്? അല്ല, സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ച് പരിലാളിച്ച് കുഞ്ഞുങ്ങളെ കൂരയ്ക്കുള്ളിലോ അല്ലെങ്കിൽ പാടത്തിൻ്റെ നെടുവരമ്പത്തോ വല്ല കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ വല്ല കുറ്റിക്കാലും അടിച്ച് അത് കെട്ടിയിട്ടിട്ടോ വിളകൾക്ക് വേണ്ടി ജീവിച്ചവരാണ് ഈ വിളവിൻ്റെ മക്കളെന്ന് പറയുന്നത്, ഈ മണ്ണിൻ്റെ മക്കളെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു വിളകളെ സ്നേഹിച്ചത് ആളുകൾ. അപ്പോൾ അവർ ആ വിളകളോട് ഇടപഴകി ഇണചേർന്ന് ആടിയ പാട്ടുകൾ അതും താരാട്ട് പാട്ടുകൾ തന്നെയായിരുന്നു. അത് ഉറക്ക് പാട്ടായിട്ട് ഗണിക്കാൻ പറ്റില്ല, അത് ഉണർത്തുപാട്ടാണ്. അപ്പം താരാട്ട് പാട്ട് ഉറക്ക് പാട്ടെന്നുള്ള അടിവരയിട്ട് അങ്ങനെ ഒരു പ്രസ്താവ്യം എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ജീവൻ്റെ വഴികൾ തന്നെ താളാത്മകവും സംഗീതാത്മകവുമായി തീരുമ്പോഴാണ് നമ്മൾ സംഗീതമായി മാറുകയാണ്, നമ്മൾ ദേശത്തിൻ്റെ സംഗീതമായി മാറുകയാണ്. നാടൻ പാട്ടുകൾ ഏതെങ്കിലും ഒരു നാടിൻ്റെ പാട്ടാണ്? കോട്ടയംകാരുടെ പാട്ടാണ്? പാലക്കാടുകാരുടെ പാട്ടാണ്? തൃശ്ശൂരുകാരുടെ പാട്ടാണ്? അല്ല, സംസ്കാരത്തിൻ്റെ. അത് നാടൻ പാട്ടെന്ന് പറയുന്നത് വൈവിധ്യമാർന്ന നാട്ടറിവുകളുടെയും നാട്ടു സംസ്കൃതികളുടെയും നാട്ടാചാരങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ നമ്മളെ ഒരുമിപ്പിക്കുന്ന ആ സത്യം, അല്ലെങ്കിൽ ആ ഒരുമിപ്പിക്കുന്ന ആ മഹാത്മ്യം എന്ന് പറയുന്നത്, അതിൻ്റെ മഹത്തരമായ മര്യാദ എന്ന് പറയുന്നത് അതിൻ്റെ മണ്ണ് മര്യാദയാണ്. പാടിയില്ലേ? തമ്പൂരാൻ തന്നൂടെ കിന്നാരം കേട്ടോണ്ട് തേവോ തേവട തേവോ തേവാ. അങ്ങോട്ടുള്ള പാട്ടല്ലേ? മുമ്പേ പാടിയത് ആരാട്ട് തമ്മിൽ വ്യത്യാസം ഒന്ന് പാടി നോക്കിയേ. തമ്പൂരാൻ തന്നൂടെ കിന്നാരം കേട്ടോണ്ട് തേവോ തേവട തേവോ തേവാ. അത് ഇപ്പം പാടിയ താരാട്ട് ഇതും രണ്ടും ഒന്ന് തന്നെ. അതെ അതെ അതെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഷ് നേരത്തെ പറഞ്ഞ പോലെ കോട്ടയത്തെ ഒരു സംസ്കാരമല്ല കണ്ണൂരത്തെ ഒരു സംസ്കാരമല്ല തൃശ്ശൂര്, ഓരോ പാട്ടും ഓരോ നാടിന്റെ പാട്ടാണ്. അപ്പൊ ഇതെങ്ങനെ നമ്മൾ വേർതിരിച്ചറിയുക എങ്ങനെയാ? അതൊരു വേർതിരിവ് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തില് അത് പറഞ്ഞു കഴിഞ്ഞാല് തൃശ്ശൂർ അണ്ണാനുണ്ട്, കോട്ടയത്തും അണ്ണാനുണ്ട്, തിരുവല്ലയിലും അണ്ണാനുണ്ട്, തമിഴ്നാട്ടിലും അണ്ണാനുണ്ട്. അണ്ണാൻ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആവാസ
അവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ ആകാരതയിൽ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ പറയും കിളി ചിലയ്ക്കുക എന്ന് പറയും, അല്ലെ കിളി കൂവുന്നെന്ന് പറയും. അതൊക്കെ തെറ്റാ, അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാ. കിളി കൂവുക, കിളി ചിലയ്ക്കുക, അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ പറയാൻ പറ്റും? കുറച്ച് നോക്കിയോ, സപ്തസ്വരവും ഇല്ലേ അതിനകത്ത്, ഇല്ലേ? അവസാനം മുകളിലത്തെ സായും ഉണ്ട്. അപ്പോൾ ആ കിളിക്ക് സംഗീതം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കിളി എന്ന് പറയുന്നത് ആ കിളി സംഗീതം തന്നെയാണ്. അപ്പോൾ അതാണ് അതിപ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ രണ്ടുപേരുടെയും മണ്ണുമര്യാദ ഒന്ന് തന്നെയാണ്. എന്താണ് അത്? ജീവകേന്ദ്രീകൃതമാണ്. ദിക്ക് തെളിയണം, ദേശം തെളിയണോ, ദേശത്താകാലം ഈശ്വരൻ തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം, മാലൊഴിഞ്ഞി മാറണം തെളിയണം. ഇത് തെക്കിൻ്റെ ചാറ്റായത്. അതായത് നമുക്കങ്ങോട്ട് തെക്കിൻ്റെ ചാറ്റെന്ന് പറയുമ്പോൾ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല. ദിക്ക് തെളിയണം, ദേശം തെളിയണം, ദേശത്താലം ഈശ്വരൻ തെളിയണം, മണ്ണ് തെളിയണം, മായം തെളിയണം, മാലൊഴിഞ്ഞി മാറണം തെളിയണം. ഞാൻ ഈ ചവിട്ടി നിൽക്കുന്ന മണ്ണിനോ മായത്തിനോ എൻ്റെ ദിക്കിനോ ദേശത്തിനോ ഈ ജീവപ്രപഞ്ചത്തിനോ എൻ്റെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും കേടുകെടുമതി കേവാലങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബലിയാകാൻ ഒരുക്കമാണ് എന്ന് പറയുന്ന ചാറ്റുകാരൻ്റെ മനസ്സ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ മൂന്നാമനായി പുറത്തു നിന്ന് നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ അവന് വിദ്യാഭ്യാസം ഇല്ല, അവന് നല്ല വീടില്ല, അത്തരം സാമൂഹിക ചുറ്റുപാടുകളൊന്നുമില്ല. അവയവം പറഞ്ഞത് പിച്ചും പെയ്യുമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ഈ പച്ചപ്പിനോ ഈ ജീവപ്രപഞ്ചത്തിനോ എൻ്റെ സഹജീവികളായിട്ടുള്ള മറ്റ് ചരാചരങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഞാൻ കാരണം, എൻ്റെ പ്രവൃത്തി കാരണം വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ പ്രായശ്ചിത്തം ചെയ്യാൻ ഒരുക്കമാണെന്ന് പറയുന്ന ആ ഉന്നതമായ കാഴ്ചപ്പാട്, അതാണ് നമ്മുടെ സഹജീവികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ പറയാ സമുദായത്തിന്റെ ഇതേപോലെയുള്ള ഒരു ഉണർത്തുപാട്ടുണ്ട്. വരിക ദൈവമേ വാഴ്ക വാഴുകമേ, വാഴ്ക വാഴുകമേ നിറപോലി ദൈവമേ, അങ്ങനൊരു സംഭവമുണ്ട്. അപ്പൊ ഞാന് വേറൊരു ചോദ്യം മാസ്റ്റർ ചോദിക്കട്ടെ. ഈ നിലയ്ക്കുള്ള മത്സര വേദികളില് മാർക്കിടാനിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരിത് എന്തടിസ്ഥാനത്തിലാണ് മാർക്കിടുക? പലപ്പോഴും ജഡ്ജ്മെന്റ് നടക്കുന്നത് അവർ ബേസായിട്ട് അതിൻ്റെ ഒരു ബേസിക് അളവുപോലായിട്ട് അവർ കാണുന്നത് ശ്രുതി, താളം. ഇവർക്കെല്ലാവർക്കും ശ്രുതി ഉള്ളവരാണ്, ഇവർക്കൊക്കെ താളമുള്ളവരാണ്. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും ശ്രുതിയും താളവും മണ്ണിൻ്റെ താളവും ശ്രുതിയുമാണ്. 1962 തിരുവോണം, ആ തിരുവോണത്തിൻ്റെ തലേനാൾ രാത്രി ഒരു 7 മണി സമയം അച്ഛനും അമ്മയും ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒരു സഹോദരിയും ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയാണ്. രാത്രിയിലാണ് പോകുന്നത്. അന്ന് രാത്രി അപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. അന്ന് രാത്രി അച്ഛൻ പാടിയൊരു പാട്ടുണ്ട്. മനം നിറഞ്ഞ മഴേ തെയ്യം താരാ ഒരിക്കെട്ടി പിഴരുതേ തെയ്യം താരാ. ഇത് ഇങ്ങനെയാണ് പാട്ടുകൾ രൂപപ്പെടുന്നത്. പക്ഷെ അച്ഛൻ അന്ന് പാടിയതിന് ശേഷം പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ആ പാട്ട് അച്ഛനന്ന് പാടിയ അത്രയേ ഉള്ളൂ ആ പാട്ട്. അല്ല മോനെ, അത് അച്ഛനുണ്ടാക്കിയ പാട്ടൊന്നുമല്ല. അതിനു മുമ്പേ പലരും പാടിയിട്ടുള്ള പാട്ടുകളാണത്. ഇതേപോലെയുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇതിനു മുൻപ് പലരും പാടിയിട്ടുള്ള, ഞാനീ പറയുന്ന വാക്കുകളൊന്നും ആയിരിക്കില്ല അവർ പറയുക. എൻ്റെ ഒരു പൊന്നുമഴേ തെയ്യം താരാ
കോരിവാരി പെയ്യരുതേ തെയ്യം താര. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ പറയുന്നത് നമ്മളിന്ന് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുൻപിൽ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള ഒരു ദൈവങ്ങളോടുമല്ല, മഴയോട് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഒരു പൊന്നുമഴേ നേരിട്ട് നേരിട്ട് സംവദിക്കുകയാണ്. കുഞ്ഞങ്ങളെ ചാഞ്ഞ മുടിക്കാരാ എനിക്കൊരു പിളിക്കോട കുഞ്ഞാളെ കെട്ടിച്ചു കൊണ്ടുവരണോ. തലാലേ പൂലാലം പൂലാലേ തലാലേ പൂലാലം പൂലാലേ. പറയ സമുദായത്തിന്റെ ഒരു മരംകൊട്ട് പാട്ടാണത്. അവരുടെ ഇട്ട പേരും മരം എന്നാണ്, ഇവിടെ ഇട്ട പേരും മരം എന്നാണ്. കാരണം മരത്തിലാണ് ഇത് തീർത്തിരിക്കുന്നത്. കരു, മരം, തുടി, പറ. ഇപ്പോൾ വയനാട്ടിലെ ആദിവാസികളുടെ തുടി, ഇപ്പോൾ ബംഗാളിൽ ചോമൻ്റെ തുടി, കടും തുടി. അപ്പോൾ ഈ ഉപകരണങ്ങളെ കുറിച്ച് ഇപ്പോൾ മാഷ് സംസാരിച്ചോണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. മത്സരവേദികളിൽ അതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇപ്പോൾ ഒരുപാട് മത്സരങ്ങൾ, റിയാലിറ്റി ഷോസും ഇതുപോലെ സിനിമയിലെ നാടൻപാട്ടിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷനൊക്കെ വന്നു. ഇതിൽ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് കുട്ടികൾ പാടുന്നത്. ഇപ്പോൾ അതിനോട് മാഷ എങ്ങനെയാ ആ ഒരു ശരിക്കും ഒരു ഇപ്പോഴത്തെ ഒരു ശാസ്ത്രീയ കലകൾ എടുത്ത് നോക്കിയാലും ശാസ്ത്രീയ അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്, അതിനെ അംഗീകരിക്കാൻ. മാഷിന്റെ ഒരു അഭിപ്രായം എന്താണ്? രാവ് കൊട്ടി പാടുന്നതിന് പകരം നമ്മൾ തവില് കൊട്ടി പാടിയാലോ പാട് വെച്ച് പാടിയാലോ ശരിയാവും. അപ്പോൾ രാവ് കൊട്ടി പാടേണ്ടതിന് രാവ് കൊട്ടി തന്നെ പാടണം, വേണ്ടേ? പുള്ളുവൻ പാട്ടെന്ന് പറഞ്ഞാൽ പുള്ളുവിൻ്റെ കുടവും വീണയും വെച്ച് പാടണം. പുള്ളുവൻ പാട്ടിൻ്റെ ഈണം എടുത്തിട്ട് വരികൾ തയ്യാറാക്കി പാടുമ്പോൾ സത്യസന്ധമായി നമ്മൾ പറയണം, ഇത് പുള്ളുവൻ പാട്ടല്ല. പുള്ളുവൻ പാട്ടിൻ്റെ ഈണവും താളവും എടുത്ത് പാടും എന്ന് പറയാനുള്ള സത്യസന്ധത വേണം. പിന്നെ നാടൻ പാട്ട് മത്സരം എന്ന് പറയുമ്പോൾ നിബന്ധനയ്ക്ക് വിധേയമായി പാടാം. മണ്ണും കല്ലും കരിങ്കല്ലിലല്ലേ അമ്മ കുടിയിരുന്നേ, അമ്മ കരിന്തേ വെക്കാൻ ആർക്ക് തിരുവരമേ, ആ അമ്മയുടെ പൊടുക്കളം ചെയ്യണ പക്കൻ തിരുമകനെ, ആ അമ്മയുടെ പൊടുക്കളം ചെയ്യണ പക്കൻ തിരുമകനെ. തലം തലാലം 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 തലാലേ പൂലാലം 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 പൂലാലേ. അപ്പോൾ ഈ AR റഹ്മാൻ, ഇപ്പോൾ ജാസി ഗിഫ്റ്റ് മുതലായവരുടെ സംഗീതത്തിൽ ഒരുപാട് നാടൻ ഈണങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, നാടൻ റിതം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതൊരു തരത്തിലുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയല്ലേ ശരിക്കും? അത് വേണം, അത് തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കൂസ് അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി കുറിപ്പിൽ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു തവണ മാത്രമേ എനിക്ക് ഉന്നതമായ സംഗീതം കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് ഗബ്രിയേൽ പറയുന്നുണ്ട്. എന്നിട്ട് അതെന്താണെന്നും പറയുന്നുണ്ട്. ഒരു മലഞ്ചെരുവിലെ ഒരു ചെറ്റക്കുടിലിൽ ഒരു 12 വയസ്സുള്ളൊരു കുട്ടി ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി പാടിയ താരാട്ടാണ് ഞാൻ കേട്ട പാട്ടിൽ സംഗീതത്തിൽ ഏറ്റവും ഉന്നതമായ സംഗീതമെന്ന് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കൂസ് പറയുന്നുണ്ട്. ഈ സംഗീതം കേട്ട സ്ഥലത്തേക്ക് ഗബ്രിയേൽ നടന്നു ചെന്നിട്ട് ഗബ്രിയേലിൻ്റെ കാൽപെരുമാറ്റം കേട്ട് ഈ കുട്ടി പാട്ട് നിർത്തി. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു എന്നെ ഭയപ്പെടുകയൊന്നും വേണ്ട, ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും വന്നല്ലോ, പാട്ട് കേട്ട് വന്നതാണ്. കുട്ടി അതൊന്നുകൂടി ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അച്ഛനെ പോലെ, അല്ലെങ്കിൽ ഒരു മൂത്ത അച്ഛൻ്റെ മുൻപിൽ പാടുന്നത് പോലെ തന്നെ വിനയത്തോടെ ആ കുട്ടി വീണ്ടും ആ മനുഷ്യന് കേൾക്കാൻ വേണ്ടി വീണ്ടും പാടി. അപ്പോൾ ഗബ്രിയേൽ പറയുന്നു, രണ്ടാമതെനിക്ക് ആദ്യ സംഗീതം കേൾക്കാൻ കഴിഞ്ഞില്ല. ഇതാ സംഗീതം എന്ന് പറയുന്നത്. തന്നാനത്താനാനേ തനതാനത്താനാനേ തന്നാനത്താനാനേ തിത്തിരിതാനേ തന്നാനത്താനാനേ തനതാനത്താനാനേ തന്നാനത്താനാനേ
തിത്തിരിതാനേ നേരം പോയി പൂക്കൈതാ മറപറ്റി ഉന്നങ്കോഴി കൊള്ളക്കോഴി തത്തി തത്തി ചാടുന്നേ നേരം പോയി പൂക്കൈതാ മറപറ്റി ഉന്നങ്കോഴി കൊള്ളക്കോഴി തത്തി തത്തി ചാടുന്നേ തന്നാനത്താനാനേ തനതാനത്താനാനേ തന്നാനത്താനാനേ തിത്തിരിതാനേ അരത്തൊണ്ട് കള്ളും തന്ന് കൊല്ലടിയേ അരമുറി കരിക്കും തന്ന് തന്നാനത്താനാനേ തനതാനത്താനാനേ തന്നാനത്താനാനേ തിത്തിരിതാനേ തന്നാനത്താനാനേ തിത്തിരിതാനേ. ഞങ്ങൾ പാടുമ്പോ നേരം പോയി പൂക്കൈത മറപറ്റി നേരം പോയി പൂക്കൈത മറപറ്റി. സൂര്യൻ അസ്തമിച്ചു എന്നുള്ള അർത്ഥമേ ഉള്ളൂ. എഴുവന്തൂരുത്തേ തുരുത്തുമേ കാട് ഇന്നക്കാട് വെട്ടി മലവാടണം കേട്ടോ അതെത്തനാഥനാഥനതന്തനാനു കർക്കുതികുത്തന്നാനാഥനാഥനാഥനാനു ആ എഴുവന്തൂരുത്തേ തുരുത്തുമേ കാട് ഇന്നക്കാട് വെട്ടി മലവാടണം കേട്ടോ കാകൻ പാറന്നാലും എത്താത്തൊരു നാട് അക്കുരുവി പാറന്നാലും എത്താത്തൊരു നാട് ആ കാകൻ പാറന്നാലും എത്താത്തൊരു നാട് അക്കുരുവി പാറന്നാലും എത്താത്തൊരു നാട് ഓതത്തനാഥനാഥനതന്തനാനു കർക്കുതികുത്തന്നാനാഥനാഥനാഥനാനു. ദേശവ്യത്യാസത്തിലോ ആവാസ വ്യവസ്ഥയുടെ വ്യത്യാസത്തിലോ മണ്ണുമര്യാദ നഷ്ടമാകുന്നില്ല. അത് ഏത് വൈവിധ്യമാർന്ന സമൂഹങ്ങളായിരുന്നാലും മണ്ണുമര്യാദയിൽ കേന്ദ്രീകരിക്കപ്പെട്ട മണ്ണിൻ്റെ മണവും ഗുണവും മണ്ണിൻ്റെ ചുവന്നേരും തിരിച്ചറിഞ്ഞിട്ടുള്ള ജനത പാടി പറഞ്ഞത് ഒന്ന് തന്നെയാണ്. അത് ദേശത്തെവിടെയായിരുന്നാലും അതാണ് ജീവൻ്റെ സംഗീതം, ജീവൻ്റെ ഭാഷ, ജീവൻ്റെ മര്യാദ എന്ന് പറയുന്നത്. ഒറ്റ ഭാഷയേ ഉള്ളൂ, ജീവൻ്റെ ഭാഷ മാത്രമേ ഉള്ളൂ. ഒറ്റ സംഗീതമേ ഉള്ളൂ, അത് ജീവൻ്റെ സംഗീതമാണ്. ഒറ്റ താളമേ ഉള്ളൂ, അത് ജീവതാളമാണ്. കൂട്ടാമ്പാള് കല്ലുപറക്കടി പോവാടി വണ്ണ കിളിയെറിയാൻ 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 ആ കല്ലടു പെണ്ണെ കൊഴിയടു പെണ്ണെ പോകാം പെണ്ണ കിളിയെറിയാൻ കല്ലടു പെണ്ണെ കൊഴിയടു പെണ്ണെ പോകാം പെണ്ണ